ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ ശംഖുലി മുഴങ്ങുന്നുണ്ടോ? മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയോ? ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ദീർഘകാലമായി നടത്തിയ 10 വർഷമായി നടത്തിയ തേരോട്ടം അവസാനിക്കാറായോ? ഈ ചിന്തയാണ് കോൺഗ്രസ് പാർട്ടി പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് അത് പറയേണ്ടതുണ്ട്. മുഖ്യ പ്രതിപക്ഷ കക്ഷി, ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷി, ഇന്ത്യയുടെ ഭാഗധേയം ദീർഘകാലം നിർണയിച്ച ദേശീയ പാർട്ടി, ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, അതിന്റെ നേതാവ് ശ്രീ മല്ലികാർജുന ഖാർഗെ, അതിന്റെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയുടെ അഭിപ്രായമാണ് BJP ഇപ്രാവശ്യം 200 സീറ്റ് കടക്കില്ല. അവരുടെ ഒരു പ്രഖ്യാപനം നരേന്ദ്രമോദിയുടെ ഭാഗത്തെ BJPയുടെ പ്രതീക്ഷയായി പങ്കുവെച്ചത് 370 സീറ്റാണ്. 400 സീറ്റ് NDAയ്ക്കും BJPക്കും മാത്രമായി 370 സീറ്റും. അത് കേവലം പകുതിയായി കുറയും, പകുതിയിൽ സ്വല്പം അധികമായി കുറയുമെന്നാണ് മല്ലികാർജുന ഖാർഗെ പറയുന്നത്. ഈ ഖാർഗെയുടെ ഒരു ആഗ്രഹം വെറുതെ പറഞ്ഞതേ ഉള്ളൂ? ഇതിൽ എന്തെങ്കിലും അടിത്തറയുണ്ടോ? കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് 300 സീറ്റ് ലഭിക്കുമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ച് അധികാരത്തിൽ വരും എന്ന് പറയും. അതൊരു പ്രതിപക്ഷം പറയേണ്ടത് തന്നെയാണ്. അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഓരോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും, പക്ഷേ ഒരു പിൻബലവുമില്ലാതെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്നത് എന്താണ്? ഞാൻ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും. എത്ര സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കാണ് വിജയിക്കാനാവുക? അത് നമുക്കറിയാം. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു പാർട്ടി, പക്ഷെ കോൺഗ്രസ് പാർട്ടി അടിസ്ഥാനപരമായി വേരുകളുള്ള പാർട്ടിയാണ്. ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും ആന മെലിഞ്ഞുവെങ്കിലും തൊഴുത്തിൽ കെട്ടാറായിട്ടില്ല എന്ന് നമുക്ക് കാണാം. ചില സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ അടിത്തറ വളരെ ദുർബലമായി. ആന്ധ്രാപ്രദേശൊക്കെ കോൺഗ്രസിന് മൃഗീയമായ ഭൂരിപക്ഷം ലഭിച്ച അവിഭക്ത ആന്ധ്രാപ്രദേശിലെ 42 സീറ്റുകൾ പലപ്പോഴും തുത്തുവാരിയ ചരിത്രം. അത് മാത്രമല്ല, ഒരു കാലം തമിഴ്നാടിൽ ശക്തമായിരുന്നു ദ്രാവിഡ രാഷ്ട്രീയം. തമിഴ്നാടിൽ വേരുറപ്പിക്കുന്നതിന് മുൻപ് തമിഴ്നാടിൽ ശക്തമായിരുന്നു. ഉത്തർപ്രദേശിൽ എപ്പോഴും ഭരണത്തിലിരുന്ന പാർട്ടിയാണ്. പക്ഷെ പിന്നീട് ജനതാ എക്സ്പെരിമെന്റ്, സോഷ്യലിസ്റ്റുകൾ, അങ്ങനെയുള്ള വിവിധങ്ങളായ ഗ്രൂപ്പുകൾ, ജനസംഘ്, അതുപോലെ ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ രൂപങ്ങൾ എല്ലാം വന്ന് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് വലിയ വേരോട്ടം ഉണ്ടായിരുന്നത് കുറഞ്ഞു. പക്ഷെ ഇപ്പോൾ വളരെ ക്ഷീണ അവസ്ഥയിലായ കോൺഗ്രസിനെ ജോഡോ യാത്ര, രാഹുൽ ഗാന്ധിയുടെ തെക്ക് നിന്ന് വടക്കോട്ടുള്ള ഭാരത് ജോഡോ യാത്രയും കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കുള്ള ഭാരത് ജോഡോ ന്യായ യാത്രയും സഹായിച്ചിട്ടുണ്ടോ? ഒരു ഉണർവ് സാധ്യമാണോ? ഈ കോൺഗ്രസിന് സംഭവിച്ചു എന്ന് കോൺഗ്രസ് പാർട്ടി കരുതുന്ന ഉണർവ് കൺവേർട്ട് ചെയ്ത് വോട്ടായും ആ വോട്ടുകൾ സീറ്റായും മാറുകയും അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പതനത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ടോ എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഖാർഗെയുടെ 200, BJPക്ക് നൽകുന്ന 200, അത് യാഥാർത്ഥ്യമാണോ? എന്റെ അഭിപ്രായത്തിൽ അല്ല. 200-നേക്കാൾ വളരെയധികം മുന്നോട്ട് പോകും BJP. എന്നാൽ 370-ൽ താഴെ നിൽക്കും. 200-നും 370-നും ഇടയ്ക്കുള്ള ഒരു നമ്പർ, ഏതാണ്ട് കംഫർട്ടബിൾ മെജോറിറ്റി NDAയ്ക്ക് ലഭിക്കുകയും BJPക്ക് മാത്രമായി ഒന്നുകിൽ നേരിട്ട് ഭൂരിപക്ഷം BJPക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ നമ്പർ റീറ്റെയിൻ ചെയ്യുകയും അല്ല എങ്കിൽ അതിൽ നിന്നും ലേശം കുറവ് വരികയും ചെയ്യുന്ന ഒരു ചിത്രമാണ് എനിക്ക് മുമ്പിൽ തെളിയുന്നത്. ഞാനത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ, എല്ലാവരുമായി, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനം ഇതാണ്. കോൺഗ്രസ് പാർട്ടി പറയുന്ന ഒരു ചിന്ത, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഷൂവിനുള്ളിലേക്ക് കയറി അവര് പ്രൊജക്ട് ചെയ്യുന്ന നമ്പേഴ്സും അത് കാരണം BJPക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവുമാണ് ഇപ്പോൾ പരാമർശിക്കുന്നത്. തെക്ക് നിന്ന് തുടങ്ങിയാൽ കേരളത്തിലെ 20 സീറ്റും സ്വാഭാവികമായി ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു. തമിഴ്നാട്ടിലെ 39 സീറ്റിൽ ഏതാണ്ട് 36-37 സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നു. അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കാവുന്നതാണ്. കേരളത്തിൽ 1-2 സീറ്റുകൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് പുറത്തു പോയേക്കാം. ഭാരതീയ ജനതാ പാർട്ടിക്ക് തമിഴ്നാട്ടിലും അതുപോലെ 1-2 സീറ്റുകൾ അതിന് പുറത്തു പോയേക്കാം. കാര്യമായ ഡാമേജ് അവിടെ സംഭവിക്കുന്നില്ല. കർണാടകയിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. 28 സീറ്റിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രജ്വൽ രേവണ്ണയുമായും അദ്ദേഹത്തിന്റെ പിതാവ് രേവണ്ണയുമായും ബന്ധപ്പെട്ട് ഉയരുന്ന ലൈംഗിക ആരോപണങ്ങൾ ഒരു പരിധിവരെ BJPയെയും ജനതാദളിനെയും സഖ്യകക്ഷിയായ ജനതാദളിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതിനാൽ 28 സീറ്റിൽ പപ്പാതി നിൽക്കാനാണ് സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം 26 സീറ്റും BJP നേടി എന്നോർക്കണം. ഇപ്പോൾ അത് കേവലം പകുതിയാകാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നത്. അപ്പോഴും BJPയെ പൂർണ്ണമായി കർണാടകത്തിൽ എഴുതി തള്ളാനാവില്ല. അവിടെയും BJP സീറ്റുകൾ പിടിക്കും. അത് മാത്രമല്ല, തെലങ്കാന സംസ്ഥാനം കോൺഗ്രസിന് പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ്. കാരണം അവിടെ ഭരണത്തിൽ വന്നു. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യമായി കോൺഗ്രസ് ഭരണത്തിൽ വരികയാണ് തെലങ്കാനയിൽ. അവിടെയുള്ള 17 സീറ്റിൽ
മഹാഭൂരിപക്ഷവും കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഓർക്കുക, കഴിഞ്ഞ പ്രാവശ്യം പ്രതികൂല അന്തരീക്ഷത്തിലും മോദി തരംഗത്തിന്റെ മാത്രം പ്രഭാവത്തിലേറി 4 സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചു. അത് വട്ടപൂജ്യത്തിൽ നിന്ന് 4 സീറ്റിലേക്ക് പെട്ടെന്നാകാൻ സാധിക്കുമെങ്കിൽ ബി ജെ പിയും തെലങ്കാനയിൽ വളർച്ചയുടെ പാതയിലാണ്. ചന്ദ്രശേഖർ റാവു എന്ന BRS പാർട്ടിയുടെ നേതാവിനെ പിന്തള്ളിക്കൊണ്ട് ബി ജെ പി അവിടെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഉയരാം. ഒരുപക്ഷെ കോൺഗ്രസിന് പിന്നിൽ ശക്തമായ സാന്നിധ്യമായി ബി ജെ പിയും തെലങ്കാനയിൽ ഉണ്ട് എന്നതാണ് അവിടുത്തെ ചിത്രം. ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് പ്രതീക്ഷയില്ല, 1 സീറ്റിൽ മാത്രമാണ് പ്രതീക്ഷ. അത് YS രാജശേഖർ റെഡ്ഡി പരമ്പരാഗതമായി മത്സരിച്ചിരുന്ന കടപ്പ സീറ്റിൽ അദ്ദേഹത്തിന്റെ മകൾ YS ഷാർമിള ഇപ്പോഴത്തെ ആന്ധ്ര ഘടകത്തിന്റെ നേതാവാണ്. അവർ മത്സരിക്കുന്നു. ആ സീറ്റ് ഒഴിച്ച് കോൺഗ്രസിന് അവിടെ പ്രതീക്ഷയില്ല. അവിടെ അത് മാത്രമല്ല, ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി YSR കോൺഗ്രസ് പാർട്ടി നിഷ്പക്ഷത പാലിക്കുന്നു. 2 മുന്നണിയിൽ നിന്നും സമദൂരം പാലിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുകയാണ്. പക്ഷേ ബി ജെ പിയുടെ ഭാഗത്ത് ഇപ്പോൾ ശക്തമായ ഒരു മുന്നണിയുണ്ട്. ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന്റെ TDPയും തെലുങ്കുദേശം പാർട്ടി, പവൻ കല്യാണിന്റെ ജനസേനയുമായി ചേർന്നുകൊണ്ട് ബി ജെ പി ശക്തമായ മുന്നണിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇപ്പോൾ സമാന്തരമായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് YSR കോൺഗ്രസിന്റെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. നല്ല നേട്ടം ബി ജെ പി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഒറീസയിലും അത്ഭുതകരമായ നേട്ടം ബി ജെ പി പ്രതീക്ഷിക്കുന്നു. ബിജു ജനതാദൾ എന്ന റീജിയണൽ പാർട്ടി, നവീൻ പട്നായിക്കിന്റെ പാർട്ടിയാണ്. ആ പാർട്ടിയുമായി കടുത്ത മത്സരത്തിലാണ് ബി ജെ പി. അവരാദ്യം ഒരുമിച്ച് നിന്ന് മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ഐക്യം സാധ്യമായില്ല. അവിടെ എങ്ങോട്ടും തിരിയാം. അവിടെയും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ ബി ജെ പി വളരെ വലിയ വളർച്ചയാണ് ഒറീസയിൽ രേഖപ്പെടുത്തുന്നത്. അവിടുത്തെ 21 സീറ്റിൽ പകുതി നിൽക്കാം. BJDയും BJPയും കോൺഗ്രസിന് അവിടെയും വലിയ പ്രതീക്ഷയില്ല എന്നതാണ്. 1-2 സീറ്റ് പരമാവധി, അതാണ് പ്രതീക്ഷ. മഹാരാഷ്ട്രയിലാണ് കോൺഗ്രസിന്റെ ഈ പ്രതീക്ഷയുടെ വലിയ അടിസ്ഥാനം. മഹാരാഷ്ട്രയാണ്. ഖർഗെ പറയുന്ന ഈ ബി ജെ പിക്ക് 200 കിട്ടു എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുന്ന സീറ്റുകളിൽ വലിയൊരു പങ്ക് മഹാരാഷ്ട്രയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 48-ൽ 41 സീറ്റുകളും NDA മുന്നണിക്കായിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു എന്ന് ഖാർഗെ പറയുന്നു. അവിടെ കോൺഗ്രസിനുള്ള ഉണർവ്, കോൺഗ്രസിന് മാത്രമല്ല അവിടുത്തെ റീജിയണൽ പാർട്ടീസായ NCP ഇപ്പോൾ ദേശീയ പാർട്ടി എന്ന തലത്തിൽ നിന്ന് മഹാരാഷ്ട്ര പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. കേരളത്തിലും പാർട്ടിക്ക് വിങ്ങുണ്ട്. അത് മാത്രമല്ല, ആ ഒരു മഹാരാഷ്ട്ര സംസ്ഥാനത്ത് വളരെ വലിയ ഒരു മേൽക്കൈ ലഭിക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയല്ല, BJP, ശിവസേന, ഷിൻഡെ വിഭാഗവും ഉദ്ധവ്, അതുപോലെ NCPയുടെ അജിത് പവാർ വിഭാഗവും ചേർന്നുകൊണ്ട് സീറ്റുകൾ നിലനിർത്തും എന്ന് BJP വിശ്വസിക്കുന്നു. പക്ഷേ എന്റെ അഭിപ്രായം മഹാരാഷ്ട്രയിൽ കഠിനമായ മത്സരം, ടൈറ്റ് കോൺടെസ്റ്റ് നടക്കുന്നു എന്ന് തന്നെയാണ്. ഇനി മധ്യഭാരതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഗുജറാത്തിലേക്കും രാജസ്ഥാനിലേക്കും മധ്യപ്രദേശിലേക്കും ഛത്തീസ്ഗഡിലേക്കും ജാർഖണ്ഡിലേക്കും പോയി കഴിഞ്ഞാൽ അവിടെ BJPക്ക് മേൽക്കൈയുണ്ട്. മേൽക്കൈ ഇല്ല എന്ന് കോൺഗ്രസും പറയില്ല, മല്ലികാർജുൻ ഖാർഗെയും പറയില്ല. മധ്യപ്രദേശിലെ 29 സീറ്റിൽ മഹാഭൂരിപക്ഷവും BJPയുടെ കയ്യിലേക്ക് വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല അനുകൂല സാഹചര്യത്തിൽ. പക്ഷേ ഇപ്പോൾ അത് പ്രതീക്ഷിക്കുന്നില്ല. രാജസ്ഥാനിലും വലിയ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സീറ്റുകളും BJPക്ക് ലഭിച്ചു. ഇപ്രാവശ്യം ചില മണ്ഡലങ്ങളിൽ 4-5 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം രാജസ്ഥാനിൽ നടക്കുന്നു എന്നത് മാത്രമാണ് ചെറിയ കോൺഗ്രസ് പ്രതീക്ഷയുടെ അടിസ്ഥാനം. ഗുജറാത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷകളുണ്ടെന്ന് തോന്നുന്നില്ല. 1-2 സീറ്റുകളിലാണ് കടുത്ത മത്സരമെങ്കിലും നടക്കുന്നത്. അതാണ്. അതുകൊണ്ട് ആ ഭാഗത്ത്, പടിഞ്ഞാറൻ ഭാരതത്തിന്റെ ഗുജറാത്ത് ഭാഗത്തും മധ്യ ഭാരതത്തിലെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് മേഖലയിലും രാജസ്ഥാനിലുമൊക്കെ ഒരുപക്ഷെ NDA BJP മുന്നണിയുടെ തേർവാഴ്ച സംഭവിക്കാം. എന്നാൽ ബംഗാളിലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ മാറാം. മല്ലികാർജുന ഖാർഗെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വ്യക്തി മമതാ ബാനർജിയാണ്. മമതാ ബാനർജി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ വേറെ മത്സരിക്കുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മമതാ ബാനർജി അദ്ദേഹത്തിന്റെ ആ പാർട്ടിക്ക് 42 സീറ്റിലാണ് മത്സരിക്കുന്നതെന്ന് ഓർക്കണം. ബംഗാളിൽ കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്ന് ഏതാനും സീറ്റിൽ വെല്ലുവിളി ഉയർത്തുന്നു. അത് കിഴക്കൻ ബംഗാളിലെ ചില മാൽഡ, മുർഷിദാബാദ്, ബഹ്റാംപൂർ മേഖലയിലാണ്. അവിടെ 2-3 സീറ്റുകൾ പ്രതീക്ഷിക്കാമെന്നല്ലാതെ യഥാർത്ഥ മത്സരം ഭാരതീയ ജനതാ പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ്. ഭാരതീയ ജനതാ പാർട്ടിയും തൃണമൂലും ഒരുപോലെ വിശ്വസിക്കുന്നു മഹാഭൂരിപക്ഷ സീറ്റുകൾ അവരവരുടെ പാർട്ടികൾക്ക് ലഭിക്കുമെന്ന്. പക്ഷെ എങ്ങനെയായാലും ഇന്ത്യ മുന്നണിക്ക് സീറ്റുകൾ ലഭിക്കും ബംഗാളിൽ. അത് മമതാ ബാനർജിയോടിലാകാനാണ് സാധ്യത. അവിടെ BJP നില മെച്ചപ്പെടുത്തും. കഴിഞ്ഞ പ്രാവശ്യത്തെ 18-ൽ നിന്നും 24-ലേക്കോ 25-ലേക്കോ നില മെച്ചപ്പെടുത്തുമെന്ന് BJP വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു നില തുടരുകയും മമതാ ബാനർജി അവസാനം ഈ ഇന്ത്യ മുന്നണിക്ക് ന്യായമായ സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ പുറമെ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അകത്ത് വന്നുകൊണ്ടോ പിന്തുണ നൽകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അവിടെ അസ്സാം എന്ന സംസ്ഥാനത്താണ് 14 സീറ്റുകളുള്ളത്. ബാക്കി ആകെ പാടെ 25 സീറ്റുകളാണ്. അവിടെ പ്രാദേശിക കക്ഷികളുമായി ചേർന്നുകൊണ്ട് BJPക്ക് നല്ല വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. മണിപ്പൂർ കലാപം എല്ലാം ഉണ്ട് എങ്കിൽ പോലും വലിയ ഡാമേജ് BJPക്ക് വരാൻ സാധ്യത ഇല്ലാത്തൊരു പ്രദേശമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച വടക്ക് കിഴക്കൻ ഇന്ത്യ. ഇനിയുള്ളത് വടക്കേ ഇന്ത്യയിലാണ്. അവിടെ ഹിന്ദി ഹൃദയഭൂമിയുടെ വടക്കേ ഭാഗത്ത് ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശിന്റെ ഭാഗങ്ങൾ, ഇതെല്ലാം വളരെ വലിയ സാധ്യതയുള്ള ഇന്ത്യ മുന്നണി പോരാട്ടം പ്രതീക്ഷിക്കുന്ന മേഖലയാണ്. ഉത്തർപ്രദേശിൽ BJPക്ക് മേൽക്കൈയുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. രാമക്ഷേത്രത്തിന്റെ പ്രഭാവത്തിൽ എല്ലാ സീറ്റുകളും 80 നേടാമെന്ന ആദ്യ പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നേടിയ 62 BJPക്കും 2 അപ്നാദളിനും ആ സീറ്റുകൾ ഒരുപക്ഷെ നിലനിർത്താൻ BJPക്ക് ആയേക്കാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയും സമാജ്വാദി പാർട്ടിയും ചേർന്ന നല്ല മത്സരമാണ് ഉത്തർപ്രദേശിൽ കാഴ്ചവെക്കുന്നത്. ഏകപക്ഷീയമാവില്ല. കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെയോ 2009 2014 2019 പോലെയോ ഏകപക്ഷീയമാകാൻ സാധ്യത കാണുന്നില്ല. നല്ല മത്സരം കാഴ്ചവെക്കും. അപ്പോഴും മേൽക്കൈ BJPക്ക് തന്നെയാണ്. ആം ആദ്മി പാർട്ടി, അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയുടെ പ്രഭാവം വരേണ്ടത് 3 സംസ്ഥാനങ്ങളാണ്. പഞ്ചാബ്, അവിടെ കോൺഗ്രസും ആപ്പും തമ്മിൽ മത്സരിക്കുന്നു. ആര് ജയിച്ചാലും അത് ഇന്ത്യ മുന്നണി തന്നെയാണ്. ഡൽഹിയിൽ ആപ്പും കോൺഗ്രസും നേരിട്ട് കൈകോർത്ത് മത്സരിക്കുന്നു. അവിടെ 1-2 സീറ്റുകളിൽ കൂടുതൽ അവർ ജയം ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നില്ല. ഡൽഹിയിൽ BJPക്ക് തന്നെയാണ് ഇപ്പോഴും മേൽക്കൈ എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നത്. എന്നാൽ ഹരിയാനയിൽ സ്ഥിതിഗതികൾ മാറാം. 10 സീറ്റിൽ ഒരുപക്ഷെ 5 സീറ്റുകൾ വീതം 2 മുന്നണികളും NDAയും UPAയും നേടാം. കാരണം ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം, കർഷക പ്രതിഷേധം എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാരണങ്ങളാൽ ജാട്ടുകളുടെ അസംതൃപ്തി, ഇതെല്ലാം തന്നെ ഹരിയാനയിൽ BJP വിരുദ്ധത ചെറിയ തോതിലെങ്കിലും സംഭവിക്കാം. അങ്ങനെ ഹരിയാന രാഷ്ട്രീയത്തിൽ ഒരു ബൈഫർക്കേഷൻ ഉണ്ടാവാം. ജമ്മു ആൻഡ് കാശ്മീരിലെ 6 സീറ്റുകളിൽ എങ്ങനെയും പോകാം. അത് 3 സീറ്റുകൾ ജമ്മു മേഖലയിൽ BJPക്കും, കാശ്മീർ മേഖലയിൽ 2 സീറ്റും, ലഡാക്ക് സീറ്റും ഇന്ത്യ മുന്നണിക്കും ലഭിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. എങ്ങനെ കൂട്ടുമ്പോഴും ഖാർഗെ പറയുന്ന BJPയെ 200 സീറ്റിലേക്ക് ഒതുക്കാൻ ആവില്ല എന്നാണ് എന്റെ ന്യായമായ നിരീക്ഷണം. എന്നാൽ BJP പറയുന്ന 370ലേക്ക് നീങ്ങാനും ആവില്ല. അതുകൊണ്ട് ഖാർഗെ വെറുതെ ഒരു വെടിപൊട്ടിച്ചതാണെങ്കിൽ പോലും അതിൽ കാര്യമായ ന്യായമില്ല. പക്ഷേ ഇന്ത്യ മുന്നണി സ്ഥിതി മെച്ചപ്പെടുത്തും എന്നതും ഉറപ്പാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം ഖാർഗെയുടെ വാക്കുകളുടെ രൂപത്തിൽ വരുന്നു. രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയുടെ ഫലം ഇനിയും തെളിയിക്കപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഉദ്വേഗജനകമായ നിമിഷങ്ങളിലേക്കാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം നീങ്ങുന്നത്.